Hello guys, it's me, Sujit Vasavan. I'm from Finland, guys. Today I'm gonna show you. Uh, this is Kondi. I'm in front of Kondi. This place is little far from Helsinki. Other one I show you before a couple of months back. That one is near to Helsinki. This one is other one. This is a little bit large one here. Um, I will show you guys this what is going inside, what is going on. There is a lot of stuff is inside there. You have a bed and chairs and many things. I will show you everything what is inside. Okay, please like and share and subscribe. Okay, see you next video. Bye. ഹലോ നമസ്കാരം എല്ലാവർക്കും. ഇത് ഇപ്പോൾ കാണുന്നത് സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൻ്റെ ഫ്രണ്ടിലത്തെ പ്ലേസാണ്. ഇത് ഹെൽസിങ്കിയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഹെൽസിങ്കി മാക്സിമം ഹെൽസിങ്കിയുടെ അപ്പുറത്തുനിന്ന് പോയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇഷ്ടംപോലെ ഫർണിച്ചറുകളുണ്ട്. ഫർണിച്ചറുകൾ നല്ല വില കുറവിനുള്ള ഫർണിച്ചറുകൾ കിട്ടും ഇവിടെ. അതുപോലെ എല്ലാ ഐറ്റംസുകളും നല്ല വില കുറവിന് കിട്ടുന്ന ഒരു ഷോപ്പാണത്. വാൻഡയിൽ കുറച്ച് കൂടുതലാണ്. വാൻഡ ബേസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കുറച്ച് കൂടുതലാണ് പ്രൈസ്. ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് കവടം. തുറന്നു. ഞാൻ അപ്പോൾ അകത്ത് കയറി. ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് അവരുടെ ക്ലയൻറ്റ് ഇവരുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞ്, അതേപോലെ അവരുടെ ഓണറെ വിളിച്ചിട്ടാണൊക്കെയാണ് എനിക്ക് അനുവാദം കിട്ടിയത് ഇവിടെ വീഡിയോ എടുക്കാനായിട്ട്. അനുവാദം ചോദിച്ചു. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആൾക്കാരുടെ ഫേസ് എടുക്കാതെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ മുഴുവൻ ഫേസ് എടുക്കാതെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ മുഴുവൻ വൈഡാക്കി അങ്ങനെ പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ഉള്ള സാധനങ്ങളൊക്കെ കണ്ടല്ലോ. പിന്നെയുള്ളത് കുറച്ച് ജ്വല്ലറി ഐറ്റംസുകളുണ്ട് ഇവിടെ. പിന്നെ കുറേ പഴയ പാത്രങ്ങളുണ്ട്. ഓൾഡ് സ്റ്റഫ്സ് ആണ്, പക്ഷെ നല്ല ഉണ്ടോ പഴയ പാത്രങ്ങൾ കണ്ടോ. പഴയ നല്ല പാത്രങ്ങളാണ് ഇരിക്കുന്നത്. അടിപൊളി പാത്രങ്ങളാണ്. സൂപ്പറായിട്ട് അത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഗ്ലാസ്സുകൾ ഇഷ്ടംപോലെ. തണുപ്പിന് യൂസ് ചെയ്യുന്ന തൊപ്പികൾ, ക്യാപ്സ്, വിൻ്റർ ക്യാപ്സ് ആൻഡ് വിൻ്റർ ഷൂസ് ഓൾസോ ഇസ് അവൈലബിൾ. നല്ല ഗ്ലാസ് ഐറ്റംസുകൾ, അങ്ങനെ ഇഷ്ടംപോലെ ഗ്ലാസ്സുകൾ, പാത്രങ്ങൾ, അതുപോലെ കത്തി, ഇഷ്ടംപോലെ അതുപോലെ ജ്വല്ലറി ഐറ്റംസുകൾ ഒക്കെ ഇതിന് ഭയങ്കര വില കുറവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഫിൻലാൻഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ വെറുതെ പുതിയതൊക്കെ വാങ്ങിച്ച് വെറുതെ കാശ് കളയാണ്ട്, കാശുള്ളവരായാലും കാശ് വെറുതെ കളയാതെ ആ പൈസ നമുക്ക് നാളെ ആവശ്യം വരും. ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്തൊക്കെയാവും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് വെച്ചിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ പ്രഷർ ചെയ്യുന്നില്ല ഇങ്ങനെ എൻ്റെ പോലെ ചെയ്യാനായിട്ട്. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. എനിക്ക് ഇതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങനത്തെ യൂസ്ഡ് ഷോറൂമിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഇഷ്ടം. എനിക്കിത് മതി. ഇങ്ങനെ ലൈഫ് ഇത്രയൊക്കെ പോയാൽ മതി എന്നുള്ളൊരു സന്തോഷം, എനിക്ക് ഇതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നുണ്ട്. കാരണം കുറേ പൈസ കളഞ്ഞ് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വെറുതെ വീട്ടിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ പഴയ സാധനങ്ങളായാലും അത് നമ്മൾ പുറത്ത് കളയാതെ എന്തോരം സാധനങ്ങൾ നമ്മുടെ വീട്ടുകളിലുള്ളത് അതൊക്കെ ഉപയോഗിക്കാൻ പോലും കൊള്ളില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് അത് മാത്രം ഉപയോഗിക്കാനായിട്ട് ആണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിൽ ചെല്ലുമ്പോൾ നമുക്ക് പഴയ പാത്രങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കാറുണ്ട്. എൻ്റെ റൂമിൽ ഇഷ്ടംപോലെ പഴയ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിവിടുന്ന് ക്ലോക്ക് വാങ്ങിച്ചു. അതേപോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു. എനിക്കിപ്പോൾ സോഫ, എൻ്റെ കട്ടിൽ ഒക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. കപ്പുകളൊക്കെ പഴയ സാധനങ്ങളാണ്. ഒക്കെ നല്ല ഫ്രഷാണ്, പഴയ ഇതുകളാണ്. അല്ലാതും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇപ്പം നമ്മളൊരു ഫ്രഷ് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമുക്കൊരു 2000 യൂറോയ്ക്ക് മേലെയാവും. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച ഐറ്റംസുകൾ ബെഡ്, സോഫ, അതുപോലെ ടേബിൾ ഒക്കെ കൂടി എല്ലാം കൂടി 500 യൂറോ ആയിട്ടുള്ളൂ.
അപ്പോൾ നമ്മൾ ഫ്രഷ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര പൈസയാണ്, 35 യൂറോയാണ്. വേറും അതിനൊന്നും ഒരു കുഴപ്പമില്ല ആ ടേബിളിനൊന്നും. ആകെ ഒരു പ്രോബ്ലംസ് എന്ന് പറയാനായിട്ട് ആളുകൾ യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, ഒരു പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ഞാനത് ഈ ചെയർ എടുത്തു 5 യൂറോ, വെറും 5 യൂറോ, 5 യൂറോയ്ക്ക് വെറും ചായ കാശിന് വെറും കോഫി, ജസ്റ്റ് ഫോർ എ കോഫി പ്രൈസ് I brought that chair. See, so many items is here. It's very cheap. See, can you see this sofas and everything is furniture is everything is very cheap. You see, this is old print styles. This is very good. അല്ലതും നല്ലത് തന്നെയാണ്, നല്ല നീറ്റായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അത് വെച്ചിട്ടുള്ളത്. അല്ലാതെ ചെറിയ ചെറിയ ഡാമേജ് ഉണ്ടാവുള്ളൂ, അതൊന്നും നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഡാമേജസ് ഒന്നും അല്ല. നമുക്കൊക്കെ അത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ്. ടേബിളൊക്കെ വളരെ വലിയ വലിയ ടേബിളാണ്. അതൊക്കെ നമ്മൾ ശരിക്കും സ്ട്രെയിറ്റ് പോയിട്ട് ഫർണിച്ചർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര പൈസ വരും. നല്ല പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഫിൻലാൻഡിൽ. കാരണം നാട്ടിലേക്ക് പൈസ അയക്കണം, പിന്നെ ഇവിടുത്തെ ചിലവ് വേറെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടഫാണ് നമ്മുടെ ലൈഫ്. അവിടെയും ഇവിടെയും ലൈഫ് സ്റ്റൈലിൽ പൈസയുടെ കാര്യങ്ങൾ വരുമ്പോൾ അത് ഭയങ്കര ടഫാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബാക്കിയുള്ളവരുടെ ജീവിത രീതികൾ നമുക്കറിയില്ല, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ഇങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും നിങ്ങൾ ഇവിടുന്ന് വാങ്ങരുത്. പക്ഷേ ഇവരൊക്കെ എല്ലാതും ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക് സാധനങ്ങൾ ഒഴികെ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ ക്വാളിറ്റി ഷോപ്പിൽ നിന്ന് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. അത് നല്ലത് തന്നെയാണ്. എല്ലാ സാധനങ്ങളും പഴയ ടൈപ്പ് ചെയ്യുന്ന സാധനം ഉണ്ട്. ടി വികളുണ്ട്, ഇഷ്ടംപോലെ ടി വികളുണ്ട്. പഴയ ക്ലോക്ക് തൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ യൂസ് ചെയ്തിരുന്ന ഒരു ക്ലോക്കാണത്. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ഒരു ക്ലോക്ക്. ഇങ്ങനെ ഒരു ക്ലോക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അച്ഛനത് എപ്പോഴും വൈൻഡ് ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിപ്പോൾ അച്ഛൻ ഈസ് പാസ്ഡ് അവേ, ഈസ് ഡൈ. അതിന് ശേഷം അതൊന്നും വയ്ക്കാറില്ല അവിടെ വീട്ടിൽ. ഇതിപ്പോൾ വാക്വം ക്ലീനർ എനിക്ക് ആ ക്ലോക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കുറേ വൈൻഡ് ചെയ്താലും നിൽക്കില്ല, അതിന് ടൈം കറക്റ്റായിട്ട് മൂവ് ചെയ്യില്ല. പിന്നെ വാക്വം ക്ലീനർ ഉണ്ട്. വാക്വം ക്ലീനറൊക്കെ നിസ്സാര പൈസയുള്ളൂ, 35 യൂറോയ്ക്ക് വാക്വം ക്ലീനർ കിട്ടും. 200-300 യൂറോയാണ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് വാങ്ങുമ്പോൾ കേട്ടോ. 150 യൂറോയ്ക്കാണ് ലോക്കൽ സാധനങ്ങൾ കിട്ടും ഷോറൂമിൽ നിന്ന്. അതിന് ലോക്കൽ സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ നല്ല ഗ്യാരണ്ടി ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട്, നല്ല ഡ്രസ്സുകളുണ്ട്. അപ്പം ഞാൻ ഫേസ് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേലേക്ക് കാണിച്ചാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ കിട്ടുള്ളൂ. ഫേസ് കാണിക്കാൻ പാടില്ലെന്ന് അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കാരണം ഇവിടെ കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ് ഫിൻലാൻഡിലുള്ളവർ. അവർക്ക് വീഡിയോ എടുക്കുന്നതും അവരുടെ ഫേസ് കാണിക്കുന്നതൊന്നും അവർക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ കുറച്ച് ടഫാണ് ഇതിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ വ്ലോഗ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ടഫാണ് എൻ്റെ സൈഡ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കുറേ ഷൂസുകളുണ്ട്, ഒക്കെയും നല്ല ഷൂസുകൾ തന്നെയാണ്, ഒന്നും കേടില്ലാത്ത ഷൂസുകളാണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കും പാവപ്പെട്ടവർ മാത്രമാണ് വന്ന് വാങ്ങുള്ളൂ എന്നുള്ള ഒരു ചിന്ത വേണ്ട. നല്ല പണക്കാർ നമ്മുടെ ഈ വലിയ വണ്ടികളിലൊക്കെ വന്നിട്ട്, കാറുകളിലൊക്കെ വന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന്. മനസ്സിലായോ? അപ്പോൾ സൈക്കിളുണ്ട്, അതുപോലെ ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട്, അതേപോലെ ബെൽറ്റുകൾ, ലേഡീസ് ഷൂസ്, ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് യൂസ്ഡ് ആയിട്ട് തോന്നില്ല. ഇഷ്ടംപോലെ ബാഗ്സാണ്, ലേഡീസ് ബാഗ്സ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ വരുന്നത് ടെസ്ല കാറിലൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ടൂറിസ്റ്റ് ഷോപ്പിൽ പാവപ്പെട്ടവർക്ക് മാത്രമല്ല പണക്കാരും വന്ന് വാങ്ങുന്നുണ്ട്. അതൊരു സന്തോഷമാണ് അവരുടെ. അപ്പോൾ വീഡിയോ എൻ്റെ അവരെ ഗൈസ്. സീ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ബൈ.